എല്ലാവർക്കും മല്ലൂസിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഗൈസ് ഇന്ന് ഓണമാണ്, ഇതെൻ്റെ ഓണക്കോടിയാണ് ഗൈസ്. മുണ്ടുണ്ടായിരുന്നു ഗൈസ്, നമ്മളോട് തിരുമ്മിപ്പോയി. അപ്പോൾ പേൻറ്റിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ മുണ്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ഗൈസ്. ഇന്ന് ഒന്നാം ഓണമായതുകൊണ്ട് നമ്മളെ വല്യത്തൻ്റെ വീട്ടിൽ നിന്നാണ് ഗൈസ് ഇന്നത്തെ ഓണാഘോഷം. ഇപ്പോൾ നമുക്ക് സദ്യ എന്നുണ്ട്, ഇല പറിക്കാൻ പോകണം. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ഇല പറിക്കാൻ പോകുന്നത്. നമുക്ക് സദ്യ ഉണ്ണാം. എടാ കത്തി എടുക്കുക. നമ്മൾ മുറിച്ചാൽ ഇങ്ങനെയാണ് കേസ് ഉണ്ടാക്കുക. അപ്പോൾ വലിയ തന്നെ മുറിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇതാണ് കീറിപ്പോയിരിക്കുന്ന കേസ്. അപ്പോൾ നമ്മൾ മുറിക്കൽ നിർത്തിയിരിക്കും കേസ്. അപ്പോൾ ഇവിടെ ചോറുണ്ട്, പിന്നെ സാമ്പാർ കേസ്. പിന്നെ അടുത്ത് നമ്മൾ ചിക്കനാണ് തോന്നുന്നു. പറയാനില്ല കേസ്, ചിക്കനാണ്. നല്ലോണമുണ്ട്. പിന്നെ അവിടെ പായസമുണ്ട്, അരിപ്പായസം. നല്ല അരിപ്പായസമല്ല, ചെറുപയറാന്ന് തോന്നുന്നു. ചെറുപയറല്ലാലോ. അവിയലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എല്ലാം. പിന്നെ പച്ചടി ഉണ്ട്, മുളക് പോലും ഒന്നായിട്ടുള്ള കേസ്. നമ്മളിപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ച് കാണും. പിന്നെ ഉപ്പേരി ഉണ്ട്, മൂടി വെച്ചാണ്. കൂട്ടുകാരുണ്ട്, നല്ല കൂട്ടുകാരുണ്ട്. 27 സദ്യയാണെങ്കിൽ നമ്മളെ പോലെ ഉണ്ട്. പിന്നെ ഈ ഐറ്റംസിൻ്റെ മേക്കേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയും മൂത്തമാരും അമ്മമാരുമാണ്. അപ്പോൾ അവരാണ് ഈ കൂട്ടുകാരി ചോറ് ഐറ്റംസ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കിയപ്പോൾ പിന്നെ നമ്മൾ ഉണ്ണാൻ തുടങ്ങി കേസ്. പിന്നെ എല്ലാവരും നല്ല വട്ടത്തിലിരുന്ന് ചന്ദനപ്പടിയിട്ട് നമ്മൾ സദ്യ മൂടിൽ നമ്മൾ സദ്യ അങ്ങ് തിന്ന് കേസ്. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓണത്തിൻ്റെ അന്നാണ് കേസ് നമ്മളെ ക്ലബിൽ പരിപാടി ഉണ്ടായി. അതിനകത്തുള്ള ഒരു പരിപാടിയാണ് കേസ് ഇത്, പൗഡർ പാസിങ്. ഈ പരിപാടി അടുത്തുനിന്ന് കേസ് നമ്മളെ സ്വന്തം ഏട്ടന്മാർ തന്നെയാണ് കേസ്, നമ്മളെ ജനകീയ കലാവേദി പള്ളിക്കര. അപ്പോൾ ഈ പരിപാടി ഇപ്രാവശ്യത്തെ കളറായിരുന്നു കേസ്. പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കേസ് കസാരക്കളിയായിരുന്നു വനിതകളുടെ. നമ്മളെ ശ്രീപമുത്തക്കാണ് കേസ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ കസാരക്കളി തുടർന്നുകൊണ്ട് നിന്നു. പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കേസ് ഇഷ്ടിക പിടുത്തമായിരുന്നു. അപ്പോൾ നമ്മൾ ഏട്ടന്മാരെ ഇഷ്ടിക പിടുത്തം. അപ്പോൾ എല്ലാവരും വിട്ടു കൊടുക്കാതെ നിന്നു. പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കേസ് വനിതകളുടെ ഇഷ്ടിക പിടുത്തമായിരുന്നു. അതിൽ എൻ്റെ മൂസ ഫസ്റ്റ് ഔട്ടായി കേസ്, ഫസ്റ്റ് എന്നെ വിട്ടുകൊടുത്തു. പിന്നെയാണ് നമ്മളെ കലമുടക്കൽ കുട്ടികൾ കുറേ അടിച്ചു കേസ്. പൊട്ടാൻ സാധ്യതയില്ല, ഒന്നും പൊട്ടിയില്ല കേസ്. പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കേസ് എല്ലാവരും നാട്ടിലുണ്ടാകുന്ന കമ്പ വലിയായിരുന്നു കേസ്. അപ്പോൾ നമ്മൾ ഏട്ടന്മാർ കല്യാണം കഴിച്ചോലായിരുന്നു കേസ് ഈ വടം വലിച്ചത്. അപ്പം ആര് തൂക്കിയെന്ന് വെച്ചാൽ കേസ് നമ്മളെ ഏട്ടന്മാരല്ലാണ്ട് വേറെ ഒരു തൂക്കുക കേസ്. നമ്മളെ ഏട്ടന്മാർ തന്നെയാണ് തൂക്കിയ കേസ്. നിങ്ങൾ ആഘോഷം കാണുന്നില്ല കേസ്. അപ്പോൾ നമ്മളെല്ലാവർക്കും